ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. നക്ഷത്ര സ്വഭാവം. അധിപൻ ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപൻ. ദേവത സൂര്യൻ, ആദിത്യൻ. ചിഹ്നം കൈപ്പത്തി, മുഷ്ടി. ഇത് പ്രവൃത്തിയിലെ നൈപുണ്യത്തെയും നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. ഗണം ദേവഗണം. മൃഗം മഹിഷം, പോത്ത്. പൊതുവായ പ്രത്യേകതകൾ. ബുദ്ധിശക്തി. അത്തം നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശാലികളും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും. ഏതു കാര്യവും വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. സംസാരപ്രിയർ. നർമ്മബോധത്തോടെ സംസാരിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നൈപുണ്യം. കൈവേലകൾ, കലകൾ, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഇവർ ശോഭിക്കാറുണ്ട്. അത്തം 10 പൊന്നോണം എന്ന ചൊല്ല് ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. മനസമാധാനം. ചന്ദ്രൻ അധിപനായതിനാൽ ഇവരുടെ മനസ്സിൽ വിചാരങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. എങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ ഇവർ ശ്രമിക്കും. 1. ജ്യോതിഷപരമായ പ്രത്യേകതകൾ. രാശി. കന്നിരാശിയിലാണ് അത്തം നക്ഷത്രം വരുന്നത്. അതിനാൽ ബുധന്റെ സ്വാധീനവും ചന്ദ്രന്റെ ആധിപത്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇത് ഇവർക്ക് ഭാവനയും യുക്തിയും ഒരേപോലെ നൽകുന്നു. നിറം പച്ച. വൃക്ഷം അമ്പഴം. ഭൂതം അഗ്നി. അക്ഷരങ്ങൾ പു, ഷ, ണ, ഠ. 2. സ്വഭാവ സവിശേഷതകൾ. അനുകരണ നൈപുണ്യം. മറ്റുള്ളവരെ അനുകരിക്കാനും ശബ്ദങ്ങൾ മാറ്റാനുമൊക്കെയുള്ള കഴിവ്, മിമിക്രി, ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി കണ്ടുവരാറുണ്ട്. പരോപകാരം. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ താൽപ്പര്യപ്പെടും. എന്നാൽ പലപ്പോഴും ഇവർ ചെയ്യുന്ന സഹായത്തിന് അർഹിക്കുന്ന അംഗീകാരം തിരിച്ചു കിട്ടണമെന്നില്ല. ചിട്ടയായ ജീവിതം. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ. കൈകൾ കൊണ്ട് ചെയ്യുന്ന ജോലികളിൽ ഹാൻഡിക്രാഫ്റ്റ്സ്, സർജറി, ടെയിലറിംഗ്, ഡ്രോയിംഗ് ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ടാകും. കൂടാതെ അധ്യാപനം, പ്രസംഗം, അഡ്വൈസറി റോളുകൾ, കൺസൾട്ടൻസ്, കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് മേഖലകൾ. 4. ജീവിതഘട്ടങ്ങൾ. ദശ. അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ആദ്യത്തെ കുറച്ചുകാലം ചന്ദ്രദശയായിരിക്കും. അതിനുശേഷം ചൊവ്വ, രാഹു, വ്യാഴം എന്നിങ്ങനെ ദശകൾ മാറിവരുന്നു. ഇതിൽ ശനിദശയും രാഹുദശയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. 5. അത്തം നക്ഷത്രവും ഓണവും. മലയാളികൾക്ക് അത്തം നക്ഷത്രം ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് ചിങ്ങമാസത്തിലെ അത്തം മുതലാണ്. തൃക്കാക്കരയപ്പനെ വരവേൽക്കാൻ പൂക്കളമിട്ടു തുടങ്ങുന്നത് ഈ നക്ഷത്രത്തിലാണ്. അത്തം 10 പൊന്നോണം എന്നത് മലയാളിയുടെ വലിയൊരു സങ്കല്പമാണ്. 6. ദോഷപരിഹാരങ്ങൾ. അത്തം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുക. ഗണപതി ഭഗവാനെയും സൂര്യനെയും ആരാധിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അത്തം നക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. 1. കന്നിരാശിയുടെ സ്വാധീനം. അത്തം നക്ഷത്രം വരുന്നത് പൂർണ്ണമായും കന്നിരാശിയിലാണ്. കന്നിരാശിയുടെ അധിപൻ ബുധനായതുകൊണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ ഭാവനയും ബുധന്റെ ബുദ്ധിശക്തിയും ഒരേപോലെ ലഭിക്കുന്നു. ഇതിവരെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നു. 2. പാദങ്ങളും ഫലങ്ങളും. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ പാദത്തിൽ ജനിക്കുന്നവർക്കും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. 1-ാം പാദം നല്ല പെരുമാറ്റവും ധൈര്യവുമുള്ളവരായിരിക്കും. 2-ാം പാദം ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും സത്യസന്ധരുമായിരിക്കും. 3-ാം പാദം അറിവ് സമ്പാദിക്കാൻ താൽപ്പര്യമുള്ളവരും കലകളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. 4-ാം പാദം കുടുംബത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും. 3. കുടുംബജീവിതം. പൊതുവെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നവരാണിവ. എങ്കിലും പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കാൻ ഇവർക്ക് കഴിയും. കുട്ടികളോട് വളരെയധികം സ്നേഹവും കരുതലും കാണിക്കുന്നവരായിരിക്കും അത്തം നക്ഷത്രക്കാർ.